കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ BJP MP സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയായിരിക്കുന്നു. തൃശൂർ മണ്ഡലത്തിലാകെ അതിന്റെ ആഘോഷങ്ങളായിരിക്കും. ഇപ്പോൾ എല്ലായിടത്തും ആളുകൾ തത്സമയം ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെയാണ് തത്സമയം ആളുകൾ കാണുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കണ്ടത് അങ്ങനെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിരിക്കുന്നു. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ BJP ലോക്സഭാംഗം കേന്ദ്രമന്ത്രിസഭയിലേക്ക്. തൃശ്ശൂരുകാർ ആവേശത്തിലാണ്. കേരളത്തിൻ്റെ കേന്ദ്രമന്ത്രി ആദ്യമായി BJPക്ക് ലോക്സഭയിലൂടെ കേരളത്തിന് കിട്ടുന്ന കേന്ദ്രമന്ത്രി. ഇനി നമുക്ക് ജോർജ് കുര്യന്റെ സത്യപ്രതിജ്ഞയ്ക്കായി കാത്തിരിക്കാം. തൃശ്ശൂരിലെ ആവേശ വിവരങ്ങളുമായി അഞ്ജുരാജ് ഉണ്ട്. അഞ്ജുരാജ്, അങ്ങനെ തൃശ്ശൂരുകാർ കാത്തിരുന്ന, കേരളം കാത്തിരുന്ന ആ സത്യപ്രതിജ്ഞ നടന്നിരിക്കുന്നു. തൃശ്ശൂരിന്റെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിരിക്കുന്നു. എങ്ങനെയായിരുന്നു പ്രതികരണം? ആ അക്ഷമയോടുകൂടി ഇത്രയും നേരവും കാത്തിരുന്നത് ഈ നിമിഷത്തിന് വേണ്ടിയാണ്. പൂങ്കുന്നത്തെ മുതിർന്ന BJP നേതാവ് രാഹുലിന്റെ വീട്ടിലാണ് BJP പ്രവർത്തകർ. ഈ നഗരത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് നൽകിക്കൊടുത്തൊരു ബൂത്ത്, ഒരു മണ്ഡലം കൂടിയാണ്, ഒരു മേഖല കൂടിയാണ് ഈ പൂങ്കുന്നം എന്ന് പറയുന്നത്. ആ ആവേശം സന്തോഷമാണ് കേന്ദ്രമന്ത്രിയായത്. അദ്ദേഹത്തിന് ഇനി കുറച്ച് സിനിമകൾ കമ്മിറ്റഡ് ആയ കാരണം അല്ലെങ്കിൽ അദ്ദേഹം ക്യാബിനറ്റ് മിനിസ്റ്റർ ആവും, ഉറപ്പാണ്. അദ്ദേഹത്തിന് ഇതിൽ ഞങ്ങൾ മുഴുവൻ ആളാതാണ്. ഞങ്ങളുടെ ഈ അയ്യന്തോള് ഏരിയയിൽ നിന്നാണ് എല്ലാ ബൂത്തിലും ഞങ്ങൾ അദ്ദേഹത്തിന് ലീഡ് ചെയ്തു. വൻ ഭൂരിപക്ഷമാണ് നേടിക്കൊടുത്തത്. സന്തോഷം, ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. എന്താ പറയാ, നമുക്ക് പറയാൻ വാക്കുകളില്ല, അത്ര സന്തോഷം. എന്നാലും സന്തോഷമായിട്ടുണ്ട്. പക്ഷെ കേന്ദ്ര സഹമന്ത്രിയായാലും ചെറിയൊരു സന്തോഷം. അടിപൊളി, സൂപ്പർ. ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം അദ്ദേഹം സാധിച്ചു തന്നു. സന്തോഷം മാത്രം, സന്തോഷം മാത്രം. വളരെയധികം സന്തോഷമുണ്ട്. വളരെ സന്തോഷമായി. ഈ ദിവസം കാത്തിരിക്കായിരുന്നു. തൃശ്ശൂരിലെ ആവേശമാണ് ഈ കാണുന്നത്. സുരേഷ് ഗോപിയെ പേര് വിളിച്ചത് മുതൽ ഈ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് അവർ കാത്തിരുന്നത്. ആവേശത്തോടു കൂടിയാണ് തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് കൊടുത്ത ആളുകളാണ്. തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് എടുക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളുകളാണ്. ആഹ്ലാദം അത്രയും അവർ പ്രകടിപ്പിക്കുകയാണ്. മുദ്രാവാക്യം വിളിച്ചും സുരേഷ് സന്തോഷം പരസ്പരം പങ്കുവച്ചും. അതിൽ ഒരാൾ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഏതാനും സിനിമകളുടെ കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ്. അത് കഴിഞ്ഞാൽ ക്യാബിനറ്റ് മന്ത്രിയായി തന്നെ സുരേഷ് ഗോപിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാന മുഹൂർത്തമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അഭിമാന മുഹൂർത്തമാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് NDA യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ മറ്റ് പല സംസ്ഥാനങ്ങളിലെ വിജയപരാജയങ്ങൾക്കപ്പുറത്ത് പ്രത്യേകം കേരളത്തെക്കുറിച്ച് എടുത്ത് പറഞ്ഞു. നിരന്തരമായ പരിശ്രമം കൊണ്ട് കേരളത്തിലും താമര വിരിഞ്ഞിരിക്കുന്നു. എന്തായാലും ആ താമര കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിരിക്കുന്നു. ഏതാണ്ട് ഉറപ്പായിരുന്നു സുരേഷ് ഗോപി ഇത്തവണ ജയിച്ചാൽ കേന്ദ്രമന്ത്രി ആകുമെന്ന്. ഇന്ന് രാവിലെയൊക്കെ ചെറിയ ആശയക്കുഴപ്പം കുറച്ച് സമയത്തേക്കുണ്ടായിരുന്നെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് വിളി വന്നു. എത്രയും വേഗം ദില്ലിയിലെത്താൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം വൈകുന്നേരത്തോടെ ദില്ലിയിലെത്തി. ഇപ്പോൾ കേന്ദ്ര മന്ത്രിയായി, കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. തീർന്നില്ല, ഇനിയും ഒരാൾ കൂടിയുണ്ട്. ഇനി ജോർജ് കുര്യന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പ്രശാന്ത് നമുക്കൊപ്പം തുടരുന്നുണ്ടെങ്കിൽ പ്രശാന്ത്, ഇനി അധികം ആളുകളുണ്ടോ? ഇനി അധികം ആളുകളില്ല. ഒരു 8 or 10 ആൾക്കാർ കൂടി മാത്രമേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ ജോർജ് കുര്യൻ്റെ സത്യപ്രതിജ്ഞയും വൈകാതെ നടക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. കാരണം ജോർജ് കുര്യനെ ഇരിക്കുന്ന ആ നിരയിലുള്ള ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത് ഇപ്പോൾ ബണ്ടി സഞ്ജയ് അടുത്ത് കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ ബണ്ടി സഞ്ജയ് കഴിഞ്ഞതിന് ശേഷം ജോർജ് കുര്യൻ്റെ സത്യപ്രതിജ്ഞയും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ബണ്ടി സഞ്ജയ് നമുക്കറിയാം തെലങ്കാനയിലെ BJPയുടെ അധ്യക്ഷനായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് വലിയ വിവാദങ്ങൾക്കൊക്കെ ഇടയാക്കിയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബണ്ടി സഞ്ജയ് ആയിരുന്നു നേതൃത്വത്തിലുണ്ടായിരുന്നതെങ്കിൽ
കുറച്ചുകൂടി മികച്ച പ്രകടനം BJPക്ക് കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു. പക്ഷേ BRSന്റെ വലിയ എതിർപ്പായിരുന്നു അന്നുണ്ടായിരുന്നത്. BRSുമായി BJP അന്ന് ഒരു പാലം ഇട്ടിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ബണ്ടി സഞ്ജയിനെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. ഇപ്പോൾ ബണ്ടി സഞ്ജയ് എന്തായാലും തിരിച്ചെത്താം. വിനു, ഈ സുരേഷ് ഗോപിയുടെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നേരത്തെ രാജ്യസഭയിൽ നിന്ന് MP ആയിരുന്നപ്പോഴും പലതവണ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുമെന്നൊക്കെ